പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ പാവൽ കൃഷിയെക്കുറിച്ചാണ്. നമുക്ക് ചെറിയ രീതിയിൽ പന്തലൊക്കെ ഇട്ട് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ടെറസിലായാലും താഴെ മണ്ണിലായാലും ഗ്രോ ബാഗിലൊക്കെ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് പാവൽ കൃഷി. ചിലരുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കായ്ച്ചയുടെ ഉപദ്രവം കാരണം കായ്കളൊന്നും ഉണ്ടാകുന്നില്ല, ഒക്കെ വീണു പോവുകയാണ് എന്നൊക്കെയാണ്. അപ്പോൾ തുടക്കം മുതൽ മണ്ണൊരുക്കുന്ന സമയത്ത് മുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പാവൽ കൃഷി നല്ല വിജയകരമായി നമുക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പാവൽ കൃഷി എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. നഴ്സറികളിൽ നിന്ന് നല്ല വിത്തുകൾ വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ തൈകളും വാങ്ങിക്കാൻ കിട്ടും. നാടൻ ഇനങ്ങളായ പ്രീതി, പ്രിയങ്ക സാധാരണ കൃഷി ചെയ്യുന്ന ഇനങ്ങളാണ്. കൂടാതെ ഹൈബ്രിഡ് ഇനങ്ങളുമുണ്ട്. വിത്തുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കാലപ്പഴക്കമില്ലാത്ത വിത്തുകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. പാവലിൻ്റെ വിത്തിന് പുറന്തോട് നല്ല കട്ടിയുള്ളതിനാൽ നമ്മൾ അത് 24 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. പെട്ടെന്ന് മുളച്ച് വരാൻ ഇത് സഹായിക്കും. നല്ല വിളവ് കിട്ടുവാനായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം പാവൽ കൃഷി ചെയ്യാനായിട്ട്. നല്ല രോഗപ്രതിരോധ ശേഷിയോടുകൂടി പാവൽ ചെടി വളർന്നു വരുവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വിത്തുകൾ സ്യൂഡോമോണസ് ലായനിൽ ഒരു 15 മിനിറ്റ് കുതിർത്ത് വെക്കുന്നതും നല്ലതാണ്. തൈ നടുന്നതും അതിൻ്റെ ആദ്യത്തെ വിളപ്രയോഗവും ഒക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കുക. ഇപ്പോൾ ഇതിലെല്ലാം പൂക്കളെല്ലാം കായായി വരുന്നുണ്ട്. ഒരുപാട് കായ്ച്ചു തുടങ്ങി, ഒരുപാട് കൂടുതൽ പൂക്കളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് പെൺപൂവ്. ഞാനിവിടെ 2 ഗ്രോ ബാഗിലായിട്ടാണ് ഈ തൈകളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുള്ളത്. കായ്ച്ച കുത്താതെ ഇരിക്കാൻ കവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കായ്ച്ചയെ നിയന്ത്രിക്കാൻ തുളസിക്കണി കെട്ടിക്കൊടുക്കാം. ഫെറമോൺ കെണി അത് വാങ്ങിക്കാൻ കിട്ടും, അതും കെട്ടിക്കൊടുക്കുക അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഒരു കായപ്പോലും നമുക്ക് നേരാവണ്ണം ഇതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ഇതുപോലെ കായാവുന്ന സമയത്ത് കവറൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കണം. ഇതുപോലെ പെൺപൂക്കളൊക്കെ വിരിയുന്ന സമയത്ത് പേപ്പർ കൊണ്ടോ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കണം. എല്ലാ പാവലും ഇതുപോലെ നമുക്ക് കവറിട്ട് കൊടുത്തിട്ടുണ്ട്. പാവലിൻ്റെ പെൺപൂക്കൾ ഇതുപോലെയാണ് ഉണ്ടാവുക. പൂവിൻ്റെ പിന്നിലായി കായുണ്ടാവും. ഇതാണ് ആൺപൂക്കൾ. ഇതൊക്കെ ആൺപൂക്കളാണ് കേട്ടോ. തുടക്കത്തിലൊക്കെ കൂടുതലായിട്ട് ആൺപൂക്കളാണ് കാണുക. പിന്നീട് വരുന്ന പൂക്കളൊക്കെ പെൺപൂക്കളാണ്. ഈ സമയത്ത് തന്നെ കവറൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കായ്ച്ച കുത്തി നശിപ്പിക്കും. പാവൽ ചെടിക്ക് 2 ആഴ്ചയിലൊരിക്കൽ ജൈവവളം എന്തെങ്കിലും ഇട്ട് കൊടുക്കൽ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നല്ലതുപോലെ പൂക്കളും കായ്കളും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ പാവൽ ചെടിക്ക് എങ്ങനെയാണ് വളം കൊടുക്കുന്നത് നോക്കാം. ഞാനിവിടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ ഒരു പിടി എടുത്തിട്ടുണ്ട്. എല്ലുപ്പൊടി ഒരു പിടി എടുത്തിട്ടുണ്ട്. ഒരു പിടി ചാരവും എടുത്തിട്ടുണ്ട്. ചാരം നല്ലതാണ് കായ്പിടുത്തത്തിന്. കുറച്ച് ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിത് ചെടികൾക്ക് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ കയ്യിൽ എന്ത് വളമോ ഉള്ളത് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ചാക്കിൽ നട്ട പാവലാണ് കേട്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നല്ല വെയിലായത് കൊണ്ട് തന്നെ ഉണങ്ങിയ കരിയില പുതയിട്ട് കൊടുത്തിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. വേരൊന്നും പൊട്ടിപ്പോവാതെ വേണം മണ്ണ് ഇളക്കി കൊടുക്കുക. നല്ല നീർവാർച്ചയുള്ള മണ്ണിൽ വേണം നമ്മൾ തൈകൾ നട്ട് കൊടുക്കുക. എന്നാൽ നല്ല രീതിയിൽ തന്നെ അത് വേരോടുകയുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇതിൽ 3/4 ഭാഗത്തോളം ഉണങ്ങിയ കരിയിലയാണ് നിറച്ച് കൊടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ പൊടിഞ്ഞ് നല്ല വളക്കൂറുള്ളൊരു മണ്ണായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഈ വളക്കൂട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. നമ്മൾ തണ്ടിലോട് ചേർന്ന് ഇട്ട് കൊടുക്കരുത്. കുറച്ച് ദൂരെയായിട്ട് വേണം. ഇത് 2 ചിരട്ട വളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വളം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ചെറിയ രീതിയിൽ ആ വളം മൂടുന്ന രീതിയിൽ മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ
നമ്മൾ എടുത്ത് വെച്ച ആ ഉണങ്ങിയ കരിയിലകളൊക്കെ ഉണ്ടല്ലോ അത് അതിൻ്റെ മുകളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നല്ല ചൂടായതുകൊണ്ട് കരിയില ഇട്ട് കൊടുക്കുക നിർബന്ധമാണ്. നല്ലൊരു ഈർപ്പവും തണുപ്പൊക്കെ ചെടികളുടെ ചുവട്ടിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ജൈവവളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഈ ചാക്കിൻ്റെ മടക്ക് നമുക്ക് നിവർത്തി നിവർത്തി കൊടുക്കുക വളവും മണ്ണും ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുക്കണം. 2 നേരവും നനച്ച് കൊടുക്കുക. നല്ല ചൂടാണല്ലോ അപ്പോൾ ഈ സമയത്ത് 2 നേരവും നനച്ച് കൊടുക്കണം. പാവൽ ചെടിയിൽ ഇലചുരുട്ടി പുഴുവിൻ്റെ പ്രശ്നം കാണാറുണ്ട്. പുഴുക്കളുടെ പ്രശ്നം കാണുകയാണെങ്കിൽ കൈയോടെ പൊക്കി നശിപ്പിക്കണം. വിവേറിയ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്തു കൊടുക്കുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്താൽ പുഴുശല്യത്തിന് വളരെ നല്ലതാണ്. കീടബാധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു തവണ വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ സ്പ്രേ ചെയ്തു കൊടുക്കണം. വെള്ളീച്ച നീരുറ്റി കുടിക്കുന്ന കീടങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി നല്ലതാണ് ഈ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ മഞ്ഞക്കെണികൾ തോട്ടത്തിൽ സ്ഥാപിക്കുകയും ചെയ്യണം. നല്ല രീതിയിൽ തന്നെ കായ്ഫലം ഉണ്ടാകുവാനും രോഗപ്രതിരോധ ശേഷിയോടുകൂടി വളരുവാനൊക്കെ സ്യൂഡോമോണസ് ആഴ്ചയിൽ ഒരു തവണ ഇലയിലും തണ്ടിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുവാനായിട്ടും ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരു തവണ ജൈവ സ്ലറിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ല കരുത്തോടെ ചെടി വളർന്ന് ഇഷ്ടം പോലെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നതാണ്. ഞാനിവിടെ കൂടുതലായിട്ടും കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറിയാണ് ഒഴിച്ചു കൊടുക്കാറ്. അതുപോലെ തന്നെ പാവൽ ചെടി പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന സമയത്ത് ഫിഷ് അമിനോ ആസിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നിറയെ പൂക്കൾ ഉണ്ടാകുവാനും പൂക്കൾ കൊയ്യാതെ ഇരിക്കുവാനും എല്ലാത്തിനും ഈ മത്തി ശർക്കര ലായനി ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ഈ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലും ഇത് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ഉപയോഗക്രമമൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട്. ഒരു 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടിയിൽ മൊത്തം ആവുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഉണ്ടായ പൂക്കളൊന്നും കൊഴിഞ്ഞു പോവില്ല. നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളൊക്കെ ആവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ശ്രദ്ധയോടെ പരിചരിച്ചാൽ ആർക്കും പാവൽ കൃഷി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.